ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12-ക്ക് ശേഷം, അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള അപ്ഡേറ്റുകൾ, ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ആഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്. അപ്പോൾ നാളെ ആഗസ്റ്റ് മാസം 2-ാം തീയതി ഒരുപാട് തിയേറ്റർ റിലീസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ തിയേറ്റർ റിലീസുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വയനാട്ടിൽ നമ്മുടെ ചരിത്രത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിപത്താണ്, ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം അവിടെ എന്താ പറയുക, എല്ലാവരും പിന്നെ പുനരധിവാസത്തിനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 260-ൽ കൂടുതൽ ആൾക്കാർ തന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പിന്നെ കാണാതായി പോയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. അപ്പോൾ മലയാള സിനിമയിലെ പിന്നെ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് എല്ലാ സഹായവുമായിട്ട് ഒരുപാട് പേര് വയനാട്ടിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുത്ത ആസിഫ് അലി, സുരാജ് വെഞ്ഞാറോട് കൂട്ടുകെട്ടിൽ ഇറങ്ങാൻ പോകുന്ന അഡിയോസ് അമിഗോസ് എന്ന സിനിമയും മഞ്ജു വാര്യർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഫൂട്ടേജ് എന്ന സിനിമ, ഈ രണ്ട് സിനിമയും തിയേറ്റർ റിലീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പുതിയ ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ വയനാടിന് സഹായവസ്തുവായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. മലയാളികൾ ഒറ്റക്കെട്ടായിട്ട്, നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മലയാളികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണത്. അപ്പോൾ നമ്മുടെ സിനിമയിലെ താരങ്ങൾ, മലയാള സിനിമയിലെ താരങ്ങളായിക്കോട്ടെ, അന്യഭാഷാ നടന്മാരായിക്കോട്ടെ, ഒരുപാട് പേര് പിന്നെ സഹായഹസ്തങ്ങളുമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ മമ്മൂക്ക 20 ലക്ഷം രൂപ ഒപ്പം തന്നെ കൈമാറി കഴിഞ്ഞു. ഇത് ആദ്യത്തെ പടിയാണെന്ന് പറഞ്ഞു, ഇനിയും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ 15 ലക്ഷം കൊടുത്തു കഴിഞ്ഞു. അതുകൂടാതെ ഫഹദ് ഫാസിലും നസ്രിയും കൂടി 25 ലക്ഷം കൊടുത്തു കഴിഞ്ഞു. അതുകൂടാതെ കമലഹാസൻ 25 ലക്ഷം കൊടുത്തു. വിക്രം 20 ലക്ഷം കൊടുത്തു. രശ്മിക മന്ദാന 10 ലക്ഷം കൊടുത്തു. സൂര്യ, കാർത്തിക, ജ്യോതിക ഇവർ 3 പേരും കൂടി 50 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പേര് എന്തായാലും സിനിമ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും ഈ 2 പേരുകൾ പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ യൂസഫ് അലി 5 കോടിയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ CM സ്റ്റാലിൻ 5 കോടി കൈമാറിയിട്ടുണ്ട്. അപ്പം ഈ ഇത്രയും പേര്, ഇനിയും ഇതുകൂടാതെ വേറെയും ഒരുപാട് പേര് പേരുകൾ പുറത്തു വിടാതെ നമ്മൾ കൊടുക്കുന്ന എത്ര ആയാലും, അതായത് പിന്നെ പണത്തിൻ്റെ വലുപ്പത്തിനല്ല, നമ്മുടെ കൊടുക്കാൻ കാണിച്ച മനസ്സാണ് വലുതെന്ന് പറയാം. 1 രൂപയായാലും 10 രൂപയായാലും 100 രൂപയായാലും 200 രൂപയായാലും 10,000 രൂപയായാലും എത്രയായാലും നമ്മളെ കൊണ്ടാവുന്ന പണം കൊടുക്കുക. പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ. എന്നാലാവുന്ന ഇത് നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൊടുക്കുന്നത് നമ്മൾ കേരള ഗവൺമെൻറ് ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ ഇടാൻ ശ്രമിക്കുക. പലരും ഇതിലെ കൂടെ കൈയിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കഴിയുന്നതും കേരളത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ കൈമാറാൻ ശ്രമിക്കുക. നിങ്ങളുടെ എത്ര പണമാണെങ്കിൽ പോലും QR കോഡ് കാര്യങ്ങളൊക്കെ ഞാനിതാ ഈ ഒരു വീഡിയോയിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. നേരെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഈ ഒരു പൈസ പോകുക എന്നുള്ളതാണ്. അവരത് സ്വരൂപിച്ചിട്ട് വേണ്ട കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനും കൊടുത്തിട്ടുണ്ട്. എന്നാലാവുന്ന രീതിയിൽ ഞാനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളൊക്കെയാണ് നോക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നാളെ ആഗസ്റ്റ് മാസം 2-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുത്തിരുന്ന ഒരു സീരീസ് ആയിരുന്നു ബൃന്ദ എന്ന് പറഞ്ഞ സീരീസ്. അപ്പോൾ 8 എപ്പിസോഡുകൾ അടങ്ങിയ സീരീസാണ്. ഇപ്പോൾ മുതൽ ഈ സീരീസ് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. സോണി ലിവിൽ ആഗസ്റ്റ് മാസം 2-ാം തീയതി റിലീസ് ചെയ്യുന്ന ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഇന്ന് രാത്രി തന്നെ ഈ സീരീസ് വന്നു. ഒരു ദിവസം നേരത്തെ തന്നെ ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. 18+ സീരീസാണ്. തൃശ്ശിയൊക്കെ പ്രധാന വേഷം കൈകാര്യം സീരീസാണ്. 8 എപ്പിസോഡുകളാണുള്ളത്. എന്തായാലും കണ്ടിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഈ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് സിറ്റാഡൽ ഹണി ബണി എന്നൊരു ഒരു ഹിന്ദി സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഇംഗ്ലീഷ് സീരീസ് ആയിരുന്നു. സിറ്റാഡലിൻ്റെ സ്പിൻ ഓഫ് ആണ്. പ്രിയങ്ക ചോപ്രയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിറ്റാഡൽ എന്ന ഒരു സീരീസിൻ്റെ സ്പിൻ ഓഫ് ആണ് ഈ ഒരു സീരീസ്. പരിണിതവാനും സമന്തയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സീരീസിൻ്റെ ടീസർ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആമസോൺ പ്രൈമിൽ നവംബർ മാസം 7-ാം തീയതി ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത്
നമ്മുടെ കമലഹാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഇന്ത്യൻ 2 എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആഗസ്റ്റ് മാസം 9-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ റിലീസ് ചെയ്യുന്നുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. അടുത്തത് ആമസോൺ പ്രൈമിൽ വന്ന ഒരു തമിഴ് സിനിമയാണ് വെപ്പൺ എന്ന് പറഞ്ഞ സിനിമ. സത്യരാജ് വസന്തരവി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സൂപ്പർ ഹീറോ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. ആഹാ തമിഴ് വഴി ഇതിന് മുമ്പ് റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അടുത്തത് ഒരു മലയാള സിനിമയാണ്. പെടാ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി നാളെ വൈകുന്നേരത്തോടു കൂടി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ ആപ്സ് എന്നൊരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ ഇംഗ്ലീഷ് വേഷത്തിന് മുമ്പ് തന്നെ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ഡബ്ഡ് വേർഷനാണ് വരാൻ പോകുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഇന്ന് രാത്രി 12 ശേഷം Disney+ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഡബ്ഡ് വേർഷനാണ്. ഡ്യൂൺ പാർട്ട് 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ ഇതിന് മുമ്പ് റിലീസ് ചെയ്തതാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷ, ബംഗാളി, മറാഠി ഭാഷകളായിട്ട് ജിയോ സിനിമയിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു തെലുങ്ക് ത്രില്ലർ മൂവിയാണ്. രക്ഷണ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത നമ്മുടെ അക്ഷയ് കുമാർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സിനിമയായിരുന്നു സർഫിറ എന്ന് പറഞ്ഞ സിനിമ. സൂര്യ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സൂര്യ റിപ്പോർട്ടർ പറഞ്ഞ സിനിമയുടെ റീമേക്ക് ആയിരുന്നു. ഹിന്ദി റീമേക്ക് ആയിരുന്നു ഈ സിനിമ. തിയേറ്ററിൽ ഒരു വൻ പരാജയം നേരിട്ട സിനിമയാണ്. Disney+ ഹോട്ട്സ്റ്റാർ ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. Disney+ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ മാസം തന്നെ, ആഗസ്റ്റ് മാസത്തിൽ തന്നെ നമുക്ക് ഈ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് റിസ്റ്റോർ പോയിന്റ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിയാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിൽ ഈ ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന സിനിമയാണ്. ഈ സിനിമ തിയേറ്ററിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് മൂവിയാണ്. തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ HD പതിപ്പ് ലീക്കായിട്ടുണ്ട്. പൈറസി സൈറ്റുകളിലൊക്കെയാണ് ഈ സിനിമയുടെ HD പതിപ്പ് ലീക്കായിട്ടുള്ളത്. ഈ സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പൈറസി സൈറ്റുകളിലൂടെ വന്ന HD പതിപ്പ് കാണാതിരിക്കുക. എന്താ പറയുക, അത് കണ്ടാൽ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ ഇതിൻ്റെ OTT റിലീസ് ചെയ്യും. ആ സമയത്ത് നല്ല കിടിലൻ HD ക്വാളിറ്റിയിൽ അങ്ങനെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ പൈറസി സൈറ്റുകളിലുള്ള ഈ HD പതിപ്പ് കാണാതിരിക്കുക. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളും സീരീസുകളും നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ പിന്നെ പൈസ അയക്കാൻ ശ്രമിക്കുക. പൈസയായിട്ട് തന്നെയല്ല, സാധനങ്ങളായിട്ടും പിന്നെ അവർ സ്വീകരിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ എല്ലാം അന്വേഷിച്ച് മാത്രം ചെയ്യുക. കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളെ പിന്നെ സാമ്പിണിയ മലയാളം എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിലൊരു പോള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പറ്റാവുന്നവർ സഹായിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.